എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് മാസത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 8-ൽ ശനിയും മെയ് 14 വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 10-ലും തുടർന്ന് 11-ലും നിൽക്കുന്നു. കൂടാതെ രാഹു 7-ലും കേതു ജന്മത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസഫലമാണ് വരുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ചെറിയ കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം പതുക്കെ മോചനം വന്നു ചേരുന്ന ഒരു മാസമാണ് മെയ് മാസം. രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും പൊതുവെ അനുകൂലമാണ്. എങ്കിലും ഈ ശുഭഫലങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് രണ്ടാം പകുതിയിലായിരിക്കുള്ളൂ. അതായത് മെയ് 14 മുതൽ വ്യാഴം 11-ൽ വരുന്നതോടുകൂടി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും, അതുവരെ ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണോ നേരിട്ടുകൊണ്ടിരുന്നത്, അതായത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, ബന്ധുജന വിരോധങ്ങളുണ്ടാവും, ബിസിനസ് രംഗത്ത് വേണ്ടത്ര പുരോഗതി ഇല്ലാത്ത സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും അതിൽ നിന്നെല്ലാം മോചനം കിട്ടി സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. എങ്കിലും ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്നേ ഉള്ളൂ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ചെറിയ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.